അങ്ങനെ രേവതിക്കുട്ടി അലീനയോട് പറയുന്നുണ്ട്, ആ വീട്ടിലെ എല്ലാവരും നല്ലവരായിരിക്കും ചേച്ചി എന്ന് പറയുന്ന സമയത്തിന് അലീന വിഷമത്തോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ നല്ലവരായിട്ടാണോ എന്നെ അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളിയത് എന്ന് ചോദിക്കും. എന്നിട്ട് അതും ശരിയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് പോലെ രേവതിക്കുട്ടി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അലീനയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ചേച്ചി ചേച്ചി വിഷമിക്കരുത് എന്നൊക്കെ പറയും. ചിന്നുകുട്ടിയെ കൊണ്ടുയാക്കുന്ന കാര്യം അങ്ങനെ ഓർ പോകുന്നതിന് മുൻപേ തന്നെ ചെയ്തു വെക്കേണ്ട ഓരോ കാര്യത്തെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അവര്. പിന്നീട് കാണിക്കുന്നത് മാളേക്കൽ തറവാട്ടിലേക്ക് ഡോക്ടറെ കൊണ്ടുവരാണ് ശിവൻ. എന്നിട്ട് അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്വാസം മുട്ടലൊക്കെ കുറവുണ്ട് എന്ന് പറയും. ഇതേ സമയത്തിന് മുത്തശ്ശന് കൂട്ടായിട്ട് മനു അവിടെ ഇരിക്കുന്നുണ്ട്. മുത്തശ്ശ തല താഴ്ത്തിയിരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനെ അവിടെ കിടത്തുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്തായിരിക്കും ഡോക്ടറെ കൂട്ടിക്കൊണ്ട് ശിവൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ശ്വാസം മുട്ടെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ, ഇങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തേക്ക് പോയത് എന്തിനാണെന്നൊക്കെ ചോദിക്കും. അപ്പോഴേക്കും അച്ഛൻ മനുവിനെ ഇങ്ങനെ ദേഷ്യത്തോട് നോക്കുന്ന സമയത്ത് ഡോക്ടർ ഇങ്ങനെ മനുവിനോട് ചോദിക്കുന്നുണ്ട്, മനു അച്ഛന് വയ്യാത്തതല്ലേ, അപ്പൊ മനു അല്ലേ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. മനു പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശൻ എന്നോടൊരു ആഗ്രഹം പറഞ്ഞപ്പോ എന്ന് പറയുന്ന സമയത്തിന് അച്ഛൻ അങ്ങ് ദേഷ്യപ്പെടും. അതെ, ഈ വയ്യാത്ത സമയത്ത് മുത്തശ്ശൻ ഒരു ആഗ്രഹം പറഞ്ഞെന്ന് വിചാരിച്ച് നീ അതൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കുകയാണോ? ഈ വയ്യാത്ത സമയത്ത് അത്രയൊക്കെ ദൂരത്തേക്ക് പോവേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ച് മനുവിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്തായിരിക്കട്ടെ കമല അങ്ങോട്ടേക്ക് വരുന്നത്. കമല വന്നിട്ട് ഇവരുടെ സംസാരം കേട്ട് നിൽക്കാർക്കട്ടെ ഡോക്ടർ പറഞ്ഞിട്ട്, നമുക്ക് ഏതായാലും ഹോസ്പിറ്റലിലേക്ക് പോവാം, അവിടെ ICU ഉണ്ട്, അവിടെ കിടന്നാൽ പിന്നെ കൃത്യമായിട്ട് ഓക്സിജനൊക്കെ കിട്ടുമല്ലോ എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറഞ്ഞിട്ട്, വേണ്ട, എനിക്ക് ഇവിടെ കിടന്നാൽ മതി, എനിക്ക് ഇവിടെ കിടന്നങ്ങ് മരിച്ചാൽ മതി, ഒരു തവണ തന്നെ ഞാൻ അവിടെ കിടന്നിട്ട് അനുഭവിച്ചതാണ് എന്നൊക്കെ പറയും. തിരുവനന്തപുരത്തേക്ക് ഇപ്പൊ ഈ വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ യാത്ര പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്ന സമയത്തിന് അച്ഛൻ ദേഷ്യപ്പെടാണ്. അച്ഛൻ പോവാനും നോക്കും, ഇത് ഇവൻ കൊണ്ടുപോകാൻ നോക്കുന്നൊക്കെ പറഞ്ഞ ദേഷ്യപ്പെട്ട അവിടെ നിന്ന് അങ്ങ് പോവാണ്. മുത്തശ്ശൻ പറഞ്ഞിട്ട്, അതെ എല്ലാവരും ഒന്ന് പോയി തരൂ, എനിക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ നിന്ന് കിടക്കണമെന്ന് പറയുന്ന സമയത്തിന് ഡോക്ടർ പറഞ്ഞിട്ട്, ആരെങ്കിലും ഒരാൾ ഇവിടെ കൂടെ വേണമെന്ന് പറയുന്ന സമയത്തിന് മനു മാത്രം അവിടെ നിൽക്കുകയാണ്. മനുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടതിന് മുത്തശ്ശൻ പറഞ്ഞിട്ട്, നീ ഇതൊന്നും കേട്ടിട്ട് വിഷമിക്കണ്ടേ, അവര് പറയുന്നത് കേട്ടിട്ട് മോൻ വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയുന്ന മുത്തശ്ശൻ. പിന്നീട് കാണിക്കുന്നത് പ്രജിതാമ അലീനയെ വിളിച്ചുകൊണ്ടതിനെ പറഞ്ഞിട്ട്, കൊല്ലത്ത് ത്യാജഭവൻ എന്നൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് നമുക്കൊന്ന് പോകണം, എന്നിട്ട് ചിന്നുകുട്ടീനെ അവിടെ ആക്കണം എന്ന് പറയുന്ന സമയത്തിന് അലീനയ്ക്ക് ഒരു ഞെട്ടലായിരിക്കും. എന്ത്, നമ്മുടെ ചിന്നുകുട്ടീനെ എന്ന് ചോദിക്കും. അതെ, ചിന്നുകുട്ടിനെ അവിടെ കൊണ്ടുപോയി ആക്കണമെന്ന് പറയുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട്, ചിന്നുകുട്ടിനെ നമുക്ക് ഉപേക്ഷിക്കേണ്ട മമ്മി, അവളെ ഞാൻ നോക്കിക്കോളാമെന്ന് പറയും. അന്നേരം പ്രജിതാമ ചോദിക്കുന്നതിന് മോളെ, നീ പോകുന്ന സ്ഥലത്തേക്ക് ഇനി ഒരു കുഞ്ഞിനെ കൂടി കൊണ്ടുപോകാൻ പറ്റുമോ? അതിന് അവർ സമ്മതിക്കോ? ഇല്ല, ഒരിക്കലും അവരതിനൊന്നും സമ്മതിക്കില്ല, നിനക്ക് നിന്റെ കാര്യം പോലും നോക്കാൻ പറ്റില്ല. പിന്നെയാണ് നീ ഈ ചിന്നുകുട്ടിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് അലീനക്ക് ഭയങ്കര വിഷമായിരിക്കും. എന്നാലും മമ്മി, ഇതെനിക്ക് ചിന്തിക്കാൻ പോലും വഴിയില്ല, ഇന്ന് തന്നെ വേണമെന്ന് ചോദിക്കുന്ന സമയത്തിന് പ്രജിതാമ്മ പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയാതിരുന്നതാണ്. നിങ്ങൾക്കൊരിക്കലും അത് സഹിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ത്യാജഭവൻ ഒരു നല്ലൊരു അനാഥാലയമാണ്, അവിടെ കുറേയധികം കുട്ടികളുണ്ട്, അവിടെ തന്നെ സ്കൂളുമുണ്ട്. ചിന്നുമോൾക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റും, അവൾക്ക് അവിടെ നിന്ന് നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവും. എന്നാൽ ചിന്നുകുട്ടി പോവാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടതിന് അലീനക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് അലീന അങ്ങനെ പൊട്ടിക്കരയാണ്. അതിനുശേഷം രേവതിക്കുട്ടിയും അലീനയും ചേർന്ന് കൊണ്ടതിന് ചിന്നുമോൾ അങ്ങനെ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കും. ഇതേ സമയത്തൊക്കെ രേവതിക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വന്നിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അലീന സമാധാനിപ്പിക്കുന്നുണ്ട്, രേവതിക്കുട്ടി നീ എന്തിനിങ്ങനെ വിഷമിക്കുന്നത്, നീ ഇങ്ങനെ കരയല്ലേ, ചിന്നുകുട്ടിയുടെ മുന്നിൽ വെച്ച് നീ ഇങ്ങനെ കരയല്ലേ എന്നൊക്കെ പറയും. എന്നിട്ട് ചിന്നുകുട്ടിയോട് അലീന പറയുന്നുണ്ട്, ചിന്നുകുട്ടി നമുക്കൊരു സ്ഥലത്തേക്ക് പോകും, കുറേ അധികം കുട്ടികളൊക്കെ കളിക്കാനുള്ളൊരു സ്ഥലത്തേക്ക് എന്ന് പറയുന്ന സമയത്തിന് ആകാംക്ഷയോട് കൂടത്തിന്, ആണോ എന്ന് ചോദിക്കാട്ടോ ചിന്നുകുട്ടി, എന്നാൽ പിന്നെ നമുക്ക് വേഗം പോവാട്ടോ എന്നൊക്കെ പറഞ്ഞ് കുളിപ്പിച്ച് കൊണ്ടുവന്നതിന് ശേഷം കുഞ്ഞിനെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അലീന ചിന്നുകുട്ടീനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സങ്കടപ്പെട്ട് പൊട്ടിക്കരയാണ്. അതിനുശേഷം അലീന പോയിട്ട് ചിന്നുകുട്ടിക്കുള്ള ബാഗും കുറേ അധികം കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് അവർ ബാഗിലേക്ക് നിറച്ചു കൊടുക്കും. അലീനക്കും രേവതിക്കുട്ടിക്കും ചിന്നുമോള് പിരിയുന്നത് സഹിക്കാനേ കഴിയുന്നില്ല. പ്രജിതാമ്മ വന്നിട്ട് മോളെ ഒരുങ്ങിയോന്ന് ചോദിക്കുന്ന സമയത്തിന് ചിന്നുകുട്ടി പറഞ്ഞിട്ട്, അതെ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാന്ന് പറയും. എന്നിട്ട് പ്രജിതാമ്മയെ കാണുന്ന സമയത്തിന് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്തിന് ഇത് കാണുമ്പോൾ രേവതിക്കൊക്കെ സങ്കടം വരും. വാ മോളെ, ചേച്ചി പൗഡർ ഇട്ട് തരാമെന്നൊക്കെ പറയാണ്. അതിനുശേഷം ചിന്നിക്കുട്ടി നേരെ അലീൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അലീനക്ക് ഇങ്ങനെ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്തിന് 3 പേർക്കും ആകെ സങ്കടമായിരിക്കും. പ്രജിതാമ്മ പറഞ്ഞിട്ട്, ഇവൾക്ക് അവിടെ ചെന്നാൽ പിന്നെ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല, കുറേ അധികം അനാഥ കുട്ടികൾ തന്നെയാണ് അവിടെ ഉള്ളത്, അവർ ഇവളുടെ കാര്യം നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് സ്വയം സമാധാനിക്കുകയാണ്. അതിനുശേഷം പ്രജിതാമ്മയോട് യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ നിന്നങ്ങ് പോവായിരിക്കും. ശരിക്കും നല്ലൊരു സ്ഥലത്തേക്ക്, കുട്ടികൾക്കുള്ള സ്ഥലത്തേക്ക് കളിക്കാൻ കൊണ്ടുപോവാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടതിന് ചിന്നുകുട്ടി ഭയങ്കര സന്തോഷത്തിലാണ്. പോകുന്ന സമയത്താണെങ്കിലും ചിന്നുകുട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കി പ്രജിതാങ്ക് പോകുന്നത് വരെ ഇങ്ങനെ ടാറ്റ കൊടുത്തുകൊണ്ടായിരിക്കും പോകുന്നത്. ഇതെല്ലാം കാണുന്ന സമയത്തിന് പ്രജിതാമ്മക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെ അവർ 3 പേരും ഓട്ടോയിൽ ചെന്നിറങ്ങിയിട്ട് കാശൊക്കെ കൊടുത്തതിന് ശേഷം കുഞ്ഞിങ്ങനെ ചോദിക്കുന്നുണ്ട്, അതെ ഇതാണ് സ്ഥലം, എവിടെ കളിക്കാനുള്ള കുട്ടികളൊക്കെ എന്നൊക്കെ ചോദിച്ചു കൊണ്ടതിന് ചിന്നുകുട്ടി ഭയങ്കര ആകാംക്ഷയിലാണ്. അപ്പോഴേക്കും വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി കൂട്ടിക്കൊണ്ടു പോവാട്ടെ ചിന്നുകുട്ടീനെ. അവിടെ ചെന്ന് നോക്കുന്ന സമയത്തിന് കുറച്ച് കുട്ടികളുണ്ടാവും, സിസ്റ്ററൊക്കെ അവരുടെ കൂടെ നിന്ന് കളിക്കാണ്. എന്നിട്ട് അലീനയും അതുപോലെ രേവതിക്കുട്ടിയും അകത്തേക്ക് ചെന്നിട്ട്, ആരാ നിങ്ങളെന്ന് ചോദിക്കുന്ന സമയത്തിന് ഞങ്ങൾ പ്രജിതാമ്മ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറയും. ഓ, നിങ്ങൾ സ്നേഹനികേതയിൽ നിന്ന് വന്നതാണല്ലേ.
ചിന്നുകുട്ടിയാണെങ്കിൽ ഇതേ സമയത്ത് ആ ഒരു ടോയ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്തിന് ഇവർ പറയുന്നത് ഞങ്ങളുടെ സ്നേഹനികേതനത്തിന്റെ പൊന്നോമനയായിരുന്നു ഇവള് എന്നൊക്കെ പറയും. അന്നേരം സിസ്റ്റർ പറയുന്നത് അതോർത്തിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ഇവിടെയും ഇവള് ഞങ്ങളുടെ പൊന്നോമന തന്നെയായിരിക്കും. എന്നിട്ട് മോളുടെ പേരെന്താന്ന് ചോദിക്കും. അപ്പോഴേക്കും കുഞ്ഞാണെങ്കിൽ പേരൊന്നും പറയാൻ കൂട്ടാക്കാതെ വേഗം രേവതിയുടെ മലയുടെ അടുത്തേക്ക് ഓടി വരികയാണ് കൊച്ച്. സിസ്റ്റർ ആണെങ്കിൽ വീണ്ടും വീണ്ടും ചിന്നുകുട്ടി ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിന് പേര് പറയും കുട്ടി എന്നിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്ന സമയത്തിന് അവസാനം പേര് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് വാ നമുക്ക് മദർ സുപ്പീരിയറെ കാണാമെന്നൊക്കെ പറഞ്ഞ് ആ സിസ്റ്റർ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. എന്നിട്ട് എല്ലാത്തിനും ഒരു തെളിവ് വേണ്ടേന്നൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നുണ്ട്. സിസ്റ്റർ ആണെങ്കിൽ ചിന്നുകുട്ടീനെ കുറേ അധികം വിളിക്കുന്നുണ്ടെങ്കിൽ പോലും രേവതി കുട്ടിയുടെ അടുത്തൊന്നും അലീനയുടെ അടുത്തൊന്നും കൊച്ചു പോകുന്നില്ല. ആ സമയത്തിന് മദർ സുപ്പീരിയർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് പ്രജിതാമക്ക്. അപ്പോൾ പ്രജിതാമ്മ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ, ഇനി ഏതായാലും ദൈവാനുഗ്രഹം പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് പറയും. അതിനുശേഷം അലീന കുറച്ച് കാശെടുത്തിട്ട് മദർ സുപ്പീരിയറിന്റെ നേരെ നീട്ടിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് ഇത് ഇവിടെ തരാൻ പറഞ്ഞു പ്രജിതാമ്മ മമ്മി എന്ന് പറയുന്ന സമയത്തിന് അയ്യോ ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയും. അന്നേരം അലീന പറയുന്നത് ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇനി ഇവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ. എന്നിട്ട് ഒരു പാക്കറ്റ് മിഠായും കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്തിന് ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ കുട്ടികളുടെ കയ്യിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് സിസ്റ്ററുടെ കയ്യിൽ ചിന്നുമോളെ ഏൽപ്പിക്കുകയാണ്. എന്നാൽ അനീനക്കും രേവതിക്കുട്ടിക്കും ഭയങ്കര സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരിക്കട്ടെ അവരവിടെ നിന്നും പടിയിറങ്ങുന്നത്. ആ സമയത്തിന് ചിന്നിക്കുട്ടികൾ ചോദിക്കുന്നതിന് ഇതെന്തിനാ ഇന്ന് ഇവർക്കൊക്കെ കൊടുക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഇന്ന് ചിന്നിക്കുട്ടിയുടെ ബർത്ത്ഡേ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ആണോ എന്ന് ചോദിക്കട്ടെ ചിന്നിക്കുട്ടി. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ബർത്ത്ഡേ കേക്ക് എവിടെയെന്ന് ചോദിക്കുന്ന സമയത്തന്നെ എല്ലാവരും ആകെ ഇങ്ങനെ വിഷമത്തോടു കൂടെ മോളോട് എന്ത് പറയണമെന്നൊക്കെ ചിന്തിച്ച് ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.